വെൽക്കം ടു WM മീഡിയ. ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് UAE പ്രശസ്ത ബിസിനസ് സംരംഭകയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഷേമ സാജൻ ചേച്ചിയാണ്. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹായ്, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷം. ഇനി ഇവിടെ ഈ UAE ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാവോ? UAE ഇപ്പം ബിസിനസ് കുറച്ച് ഡള്ളാണെന്ന് തന്നെ പറയാം. എല്ലാവർക്കും അറിയാമല്ലോ, വാറായതുകൊണ്ട് ഒക്കെ. പക്ഷേ ബിസിനസ് നടക്കുന്നിടത്ത് ബിസിനസ്സും ഉണ്ട്. പൊതുവെ അങ്ങനെ ഒരു സംസാരമുണ്ട്. പിന്നെ കുഴപ്പമില്ലാതെ ദൈവത്തിന്റെ കൃപയാലെല്ലാം നന്നായിട്ട് പോകുന്നു. ചേച്ചി UAE ആദ്യമായിട്ട് വന്ന സമയം തൊട്ടേ ഈ ബിസിനസ്സിലേക്കാണോ അതോ ജോലിയിലേക്ക് വേണ്ടിയാണോ വന്നത്? അല്ല, ഞാൻ ദുബായിൽ വന്നപ്പം ജോലിക്കായിട്ടാണ് വന്നത്. ജോലിയായിരുന്നു, ഒരു 12 വർഷത്തോളം ഞാൻ ജോലിയായിരുന്നു. പിന്നെ ഡ്രഗ് സ്റ്റോറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഫീൽഡേ ഇതല്ലായിരുന്നു, ഞാൻ മെഡിക്കൽ ഫീൽഡായിരുന്നു. ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ്. പക്ഷെ നമ്മൾ പഠിച്ചതൊന്നും അല്ലല്ലോ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്കൊരു പാഷനായിരുന്നു. പിന്നെ സലൂണ് അങ്ങനെയുള്ളത് എല്ലാവരെയും കൊച്ചിലെ തന്നെ ഞാൻ ഓരോ പിള്ളേരെ വിളിച്ചിട്ട് കൂടി മേക്കപ്പ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ വന്നിട്ട് അത് മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മളുടെ വീട്ടുകാർക്കൊന്നും അതൊന്നും, അവരെല്ലാവരും ഓർത്തഡോക്സ് ഫാമിലി എന്ന് പറയാം, അങ്ങനെ പറയുമ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പം അങ്ങനെ അതിങ്ങനെ മനസ്സിൽ കിടന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് എന്തൊരാഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ആ മനസ്സിൽ അത് കിടന്നാലും പിന്നെ അത് നമ്മളത് പ്രാവർത്തികമാക്കുമെന്നുള്ളത് പല വലിയ ആൾക്കാരുകൾ സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് സലൂൺ എന്ന് പറഞ്ഞ കാര്യത്തിൽ ആദ്യം പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ദുബായിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാർജയിലാണുള്ളത്. ചേച്ചിക്ക് ഇപ്പം നിലവിൽ എത്ര സലൂണൊക്കെ ഉണ്ട്? ഇപ്പൊ ഒരു സലൂണായി. ചേച്ചി സിനിമയിലൊക്കെ അഭിനയിച്ചായിട്ട് അറിഞ്ഞിട്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാവോ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു 2 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടും ദൈവകൃപയാൽ റിലീസ് ആയിട്ടില്ല. ഓക്കെ. പിന്നെ കൂടുതൽ ചെയ്തിരിക്കുന്ന ഞാൻ ഷോർട്ട് മൂവീസാണ് ചെയ്തിരിക്കുന്നത്. അതിൽ 1, 2, 3 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ ചെയ്യുന്നതിൻ്റെ എല്ലാം മേക്കപ്പ് ഞാനായിരിക്കും ചെയ്യുന്നത്. ഇപ്പം പഴയ ഞാൻ പറഞ്ഞില്ലേ, എന്തുമായിരുന്നു, സലൂണും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മേക്കപ്പ് ചെയ്യാനെല്ലാം ഇഷ്ടമായിരുന്നത് കൊണ്ട് ആ ഫുൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പിന്നെ എനിക്ക് കുറേ വർക്കുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം എന്നെ ഇങ്ങനെ മേക്കപ്പിന് വിളിച്ചത് അങ്ങനെ വന്നിട്ട് അവിചാരിതമായിട്ടാണ് ഞാൻ അഭിനയിക്കാൻ കയറിയത്. എനിക്ക് അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. ബിഹൈൻഡ് ദ ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ ഫിലിമിൻ്റെ ആൾക്കാർ വരുമ്പം പിന്നെ ആർട്ടിസ്റ്റിനെ വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് സമീപിക്കുമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ആർട്ടിസ്റ്റിനെ എല്ലാം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പം നാട്ടിൽ നിന്നൊരു പിന്നെ ഫേമസ് ഡയറക്ടർ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുമോൻ താഹെ എന്ന് പറഞ്ഞ സാറ് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു ഷോർട്ട് മൂവിയുടെ കാര്യം സംസാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനകത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത് കേട്ടോ, ഫസ്റ്റ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിലപ്പം ആഗ്രഹം കൊണ്ട് അങ്ങനെ അഭിനയിക്കാൻ വരുന്നതായിരിക്കും. എത്ര നമുക്ക് അത് നമ്മുടെ ഒരു, എനിക്ക് എന്തോ പറയണ്ടേന്ന് അറിയത്തില്ല. ഞാൻ അഭിനയിക്കുമെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെ വന്നപ്പോൾ പുള്ളിയോട് എന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വേറൊരാളെ വിളിക്കാം. പക്ഷെ ഞാനൊരു 10-15 ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ വേഷം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇമേജ് പോകും, അതുകൊണ്ട് പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ സാറ് പറഞ്ഞു, എന്തിനാ നീ തപ്പുന്നത്, നിനക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ചെയ്തിട്ടില്ല. ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തൊക്കെ അല്ലാതെ പിന്നെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ വേറെ നമ്മൾ അങ്ങനെ ഒന്നും പ്രൊഫഷണലായിട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ ആ സാറാണ് എന്നെ അഭിനയിപ്പിച്ചതെന്ന് പറയാം. ഫസ്റ്റിലെ ചെയ്തത് അതൊരു അമ്മ വേഷമാണ്. പിന്നെ ലാസ്റ്റിൽ ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നെസ്റ്റോയുടെ എനിക്കൊരു ആഡ് കിട്ടിയായിരുന്നു. അതും പറയുമല്ലോ, ചിലത് നമ്മൾ ആദ്യം അമ്മയായിട്ട് അഭിനയിച്ചാലോ അല്ലെ വില്ലനായിട്ട് അഭിനയിച്ചാലോ വില്ലനെ വിളിക്കുമെന്ന് പറഞ്ഞ പോലെ അത് കറക്റ്റാണ്. അത് കഴിഞ്ഞപ്പോൾ 2-3 സിനിമയിൽ നിന്ന് എനിക്ക് നാട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു, അമ്മയുടെ റോള് ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ അമ്മ വേഷക്കാരില്ല, അതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നീ ചെയ്യത്തൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ അഭിനയിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റിൽ ഇപ്പം എന്നെ വിളിച്ചത് നെസ്റ്റോയിലെ ഒരു ആഡിനായിരുന്നു വിളിച്ചത്. അത് കുറേ വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരമ്മ നാട്ടിൽ നിന്ന് വരുന്നതായിട്ട് ചെയ്തത്, ഇവിടെ മക്കളൊക്കെ ഉണ്ട്, അങ്ങനെ വരുന്നത് നെസ്റ്റോയുടെ ഒരു ആഡായിരുന്നു വിളിച്ചത്. അപ്പം അതും ചെയ്തു അങ്ങനെ. പിന്നെ അതുപോലെ ചേച്ചി ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ, ഡബ് ചെയ്തിട്ടുണ്ട്.
അത് 2 മൂവീസിന് ഡബ് ചെയ്തിട്ടുണ്ട്. മൂവീസ് മീൻസ് ഇവിടെ ഷോർട്ട് മൂവീസ് അല്ലേ നമ്മൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് 2 ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മെയിലും ഫീമെയിലും വോയിസും കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ ചേച്ചി ഇവിടെ ഈ വോളണ്ടിയർ ആയിട്ട് പോലീസുകാരുടെ വോളണ്ടിയർ ആയിട്ടൊക്കെ പോകാറുണ്ട്. ഇവിടെ ഞാൻ സോഷ്യൽ വർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അത് കുറേ ഉണ്ട്. അത് നമുക്കൊരു ഇവിടുത്തെ ഒരു മേജർ ഉണ്ട്, നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ടാണ്, ഒരു ബ്രദർലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ആളുണ്ട്, ഒമർ അൽ മർസൂഖി എന്നാണ് പറഞ്ഞത്, ലോക്കലാണ് ഇവിടുത്തേത്. അപ്പം കുറേ ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മുടെ അതിൻ്റെ വോളണ്ടിയറിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മളതിന് പോവുക. അങ്ങനെ പോയതിനൊക്കെ ചേച്ചിക്ക് അപ്രിസിയേഷനോ മൊമെന്റോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നമുക്കാണെങ്കിൽ അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ മൊമെന്റോസ് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. ചേച്ചി UAE ഒരു കൾച്ചറൽ പ്രോഗ്രാമും ഒരു അസോസിയേഷനും ഒക്കെ ചേച്ചി കോർഡിനേറ്റ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? UAE നമുക്ക് കുറേ അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ, അത്രയ്ക്ക് നമ്മൾ അറ്റാച്ച്മെൻ്റ് ഉള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ആയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു, ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ പേരാണ് ദുബായ് മലയാളി ഫ്രണ്ട്സ് അസോസിയേഷന്. ഇപ്പം 250 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോകുന്നുണ്ട്. എല്ലാ പിള്ളേരുകളൊക്കെ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, എല്ലാ തലത്തിലുള്ള ആൾക്കാരും അതിനകത്തിലുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ അതിനകത്ത് കൾച്ചറൽ പ്രോഗ്രാംസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒപ്പന, കൈകൊട്ടിക്കളി, അങ്ങനെയുള്ള എല്ലാ പിന്നെ പ്രോഗ്രാംസുകളും നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് നന്നായിട്ട് പോകുന്നു. സന്തോഷം. ചേച്ചി, നമ്മൾ ഇവിടെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഓക്കെ. അപ്പം ചേച്ചി ഇനി അടുത്ത ഭാവി പരിപാടി എന്താണ്? ഭാവി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിലിമൊന്നും ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഷോർട്ട് മൂവീസ് വരണം, അത് ചില ക്രേസ് ഉണ്ട് അങ്ങനെ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ ആണെങ്കിൽ എല്ലാവരെയും വെച്ചിട്ട് നമ്മൾ വെബ് സീരീസ്, അതെന്റെ ഒരു ആഗ്രഹമാണ്. വെബ് സീരീസ് പറഞ്ഞാൽ തുടങ്ങാമെന്നും കണ്ടിട്ട് അപ്പം ഓരോ എപ്പിസോഡായിട്ട് ചെയ്യുന്നത്. അപ്പൊ പിള്ളേർക്കൊക്കെ എളുപ്പമായിരുന്നു, അവർക്കൊരു എൻജോയ്മെന്റ് എന്ന് പറയാം. താല്പര്യമുള്ളവരാ മിക്കവരും. നമ്മുടെ അസോസിയേഷന്റെ ഇതായിട്ട് വെച്ചിട്ട് നമുക്ക് കുറെ എല്ലാവരും ആക്ടേഴ്സാണ്, അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൈൻഡിലുണ്ട്. അപ്പം അത് ഒക്ടോബർ നവംബറോട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചേച്ചിയുടെ ഫാമിലിയൊക്കെ എവിടെയാ? നാട്ടിലാണോ അതോ എവിടെയുണ്ടോ? ഫാമിലി, ഹസ്ബൻഡ്, എനിക്ക് 2 മക്കളാണ്. ഒരു മോളും ഒരു മോനും ഉണ്ട്. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിൽ ഇവിടെയായിട്ട് വന്നു പോയി നിൽക്കും. ബിസിനസ് നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ മോള് കാനഡയിലാണ്, പിന്നെ മോൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. ഇതൊക്കെ തന്നെ എൻ്റെ ഫാമിലി കാര്യങ്ങള്. ഇത്രയും നേരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞ ക്ഷേമ ചേച്ചിക്കും എൻ്റെ പേരിലും WMA പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.